നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷുബലം വിശാഖ നക്ഷത്രക്കാരെക്കുറിച്ചാണ്. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 വിഷു സംക്രമത്തിൽ നിന്നുള്ള ഫലങ്ങൾ പല മേഖലയിലും സമ്മിശ്രമായി കാണാം. ജ്യോതിഷപ്രകാരമുള്ള വിശദമായ വിഷുബലം നമുക്ക് നോക്കാം. ആദ്യം സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. വിദേശ സ്രോതസ്സുകളിൽ നിന്നോ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ സഹായത്തിലൂടെ പണമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഭൂമി, ഇൻഷുറൻസ്, ചെറുകിട സംരംഭങ്ങൾ എന്നിവയിൽ നിന്ന് ലാഭവും പ്രതീക്ഷിക്കാം. വരുമാനം കൂടുന്തോറും ചെലവും വർദ്ധിക്കാനിടയുള്ളതിനാൽ ബജറ്റ് ശ്രദ്ധിക്കണം. അപ്രതീക്ഷിത ചെലവുകൾക്കായി സാമ്പത്തിക യോജിപ്പ് പാലിക്കുക. ബിസിനസ് ആരംഭിക്കാൻ അനുകൂലമായ കാലമാണ്. ഇരുമ്പ് സംബന്ധമായ വ്യവസായങ്ങളിൽ വൻ ലാഭം ലഭിക്കും. തൊഴിൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ ജോലിയിൽ ഉയർച്ചയുണ്ടാകും, അതായത് സ്ഥാനക്കയറ്റം, പുതിയ ചുമതലകൾ, സ്ഥലമാറ്റം എന്നിവയുടെ സാധ്യത. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് അവസരങ്ങളുണ്ട്. ഗവേഷണം, ഉപരിപഠനം, മത്സര പരീക്ഷകൾ എന്നിവയിൽ വിജയം. വിദേശത്ത് പഠനത്തിനായി പ്രവേശനം ലഭിക്കും. തൊഴിൽ സ്ഥലത്ത് മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ ഇടയുണ്ട്. യുക്തിപൂർവമായ പ്രതികരണം നൽകുന്നത് നല്ലതാണ്. കുടുംബജീവിതവും ആരോഗ്യപരവുമായ കാര്യങ്ങൾ നോക്കുമ്പോൾ സഹോദരങ്ങൾ, ബന്ധുക്കളുമായുള്ള ബന്ധം ദൃഢമാകും. വിവാഹിതർക്ക് ഐക്യവും വിവാഹാലോചനയുള്ളവർക്ക് അനുകൂല തീരുമാനങ്ങളും ലഭിക്കും. ആരോഗ്യ പരിപാലനത്തിൽ ഹൃദ്രോഗികൾക്ക് പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് പനി, ജലദോഷം അതുപോലുള്ളവ അലട്ടിയേക്കാം. യോഗ, ധ്യാനം പോലുള്ള പ്രവർത്തനങ്ങൾ ഗുണം ചെയ്യും. മക്കളിൽ നിന്ന് സന്തോഷ വാർത്തകൾ ലഭിക്കും. കലാരംഗത്തെ കഴിവുള്ള കുട്ടികൾക്ക് പ്രശസ്തി കൈവരും. മാസത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നോക്കാം. ചിങ്ങത്തിൽ, അതായത് ആഗസ്റ്റ് സെപ്റ്റംബർ, വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അംഗീകാരം ലഭിക്കും. പുതിയ വീട് വാങ്ങൽ നടപടികൾ ആരംഭിക്കും. കന്നിയിൽ, അതായത് സെപ്റ്റംബർ ഒക്ടോബർ, വാഹനം മാറ്റൽ, ഉൽപ്പന്ന ഗുണനിലവാരം വർദ്ധിപ്പിക്കൽ എന്നിവ കാണുന്നുണ്ട്. തുലാം നോക്കുമ്പോൾ തൊഴിൽ, വിദേശയാത്രയിൽ പുരോഗതി, പക്വതയോടുള്ള തീരുമാനങ്ങൾ സൽകീർത്തിയും നൽകും. വൃശ്ചികം, അതായത് നവംബർ ഡിസംബർ, പിതാവിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളുമായുള്ള വിവാദങ്ങൾ മനോവിഷമം സൃഷ്ടിക്കും, അത് ശ്രദ്ധിക്കുക. ധനുവിൽ, അതായത് ഡിസംബർ ജനുവരി, വിദേശത്ത് ഉപരിപഠനം, ഭക്ഷണ ക്രമീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മകരം നോക്കുമ്പോൾ ജനുവരി ഫെബ്രുവരി, നീണ്ടുനിന്ന തൊഴിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും. പൂർവിക സ്വത്ത് ലഭ്യമാവുകയും ചെയ്യും. കുംഭത്തിൽ, കുടുംബാംഗങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ശ്രമം വേണം. സത്യസന്ധമായ സമീപനം എതിർപ്പുകൾ തരണം ചെയ്യുകയും ചെയ്യും. മീനത്തിൽ, അതായത് മാർച്ച് ഏപ്രിൽ, അസാധ്യമെന്ന് തോന്നിയ കാര്യങ്ങൾ സാധിക്കുകയും പുതിയ പദ്ധതികൾക്ക് ആത്മവിശ്വാസം അർപ്പിക്കുകയും വേണം. പ്രത്യേകമായി ശുപാർശ ചെയ്യുന്ന കാര്യങ്ങൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിയമിതമായ ചെക്കപ്പുകൾ നടത്തുക. ഗണപതി, ശിവഭജനം, വ്രതാനുഷ്ഠാനങ്ങൾ ഗുണം ചെയ്യുകയും ചെയ്യും. അഹങ്കാരം ഒഴിവാക്കി സൗഹൃദപൂർവ്വം പെരുമാറുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് മാന്യത നൽകുക. 8 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ തിളക്കമുണ്ടാകും. എന്നാൽ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. 28-44 വയസ്സ് വരെയുള്ളവർക്ക് കരിയറിൽ ഉയർച്ചയുണ്ടാകും, ഐശ്വര്യം. എന്നാൽ കുടുംബ പ്രശ്നങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം. 45 വയസ്സ് മുതൽ സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാകും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപകടകരമായ സൂചനകൾ പറയുന്നത് വാഹന അപകടങ്ങൾ, സാമ്പത്തിക നഷ്ടം ഇവയൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. നിയമസംബന്ധമായ പ്രശ്നങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. മദ്യം, മയക്കുമരുന്ന് ഉപയോഗം ഒഴിവാക്കുക. ഈ പ്രവചനങ്ങൾ ജാതകത്തിലെ ഗ്രഹസ്ഥിതി, ദശാപഹാരം എന്നിവ അനുസരിച്ച് വ്യത്യാസപ്പെടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക. കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി.